പാപിക്കുമറവിടമേശുരക്ഷകൻ പാരിതിൽ വന്നു ജീവൻ തന്നവൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും നമ്മളിൽ കൂടെ മഹത്വപ്പെടുവാൻ, വിശുദ്ധീകരിക്കപ്പെടുവാൻ ദൈവമിടയാക്കട്ടെ. ഒരു ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിനായ ദൈവത്തിന് സ്തുതി. ഓരോ ദിവസവും പുതുതായും ശ്രേഷ്ഠമായും ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതായും ഇരിക്കുവാൻ തക്കവണ്ണം ദൈവ സകലകൃപകളാൽ നമ്മൾ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാം 89-ാം സങ്കീർത്തനം ഒരു 6 പോർഷനായിട്ട് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ 3-ാമത്തെ പുസ്തകം തീർന്നു. ഇനി സങ്കീർത്തനം, അത് പെൻഡറ്റോക്ക് എന്ന് പറയുന്നത് പഞ്ചഗ്രന്ഥങ്ങൾ എന്ന പോലെ തന്നെ സങ്കീർത്തനങ്ങളെയും 5 ഭാഗങ്ങളായി യഹൂദന്മാർ തിരിച്ചിരിക്കുന്നതാണ്. 5 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. പഞ്ചഗ്രന്ഥങ്ങൾ, മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യാവർത്തനം. അതുപോലെ തന്നെ സങ്കീർത്തനങ്ങളും 5ആയിട്ട് തിരിച്ചിരിക്കുന്നതിൽ 3 പുസ്തകങ്ങൾ കടന്നു. ഇനി 4-ാമത്തെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 4-ാമത്തെ പുസ്തകം 90-ാം സങ്കീർത്തനം മുതൽ 106 വരെയുള്ള സങ്കീർത്തനങ്ങളാണ് 4-ാം പുസ്തകം എന്ന് പറയുന്നത്. പിന്നീട് 5-ാമത്തെ പുസ്തകം, അതോടുകൂടി സങ്കീർത്തനങ്ങൾ അതിൻ്റെ ആ പോർഷൻ അങ്ങനെ മാറുകയാണ്. ഇവിടെ 4-ാമത്തെ പുസ്തകം തുടങ്ങുന്നത് ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന. ആദ്യം ഈ സങ്കീർത്തനത്തെക്കുറിച്ച് ഗ്രഹിക്കുന്നവർ മുഴുവനും ചിന്തിക്കുന്നത് സങ്കീർത്തനം മുഴുവനും ദാവീദിൻ്റെയാണ് എന്നാണ്. എന്നാൽ പിന്നീട് നമ്മൾ ഈ ശീർഷങ്ങളൊക്കെ കണ്ട് അത് പഠിക്കുക വരുമ്പോഴാണ് സങ്കീർത്തനം ദാവീദ് മാത്രമല്ല, ഏറിയ പങ്കും ദാവീദിൻ്റെയാണ്. മറ്റൊത്തിരി എഴുത്തുകാർ അതിനകത്തുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് പറ്റും. ആസഫുണ്ട്, ശലോമോനുണ്ട്, അങ്ങനെ ഓരോരുത്തരുടെയും സങ്കീർത്തനങ്ങൾ നമുക്ക് കാണാനായിട്ട്. എസ്രകന്, ഏഥാൻ്റെ ധ്യാനമുണ്ട്, ആസാഫിൻ്റെ സങ്കീർത്തനങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി സങ്കീർത്തനങ്ങൾ വ്യത്യസ്തമായതിൽ നമ്മൾ കാണുവാനായിട്ട്. അതിൽ ഒരു ശ്രേഷ്ഠമായ ഒരു ഇത് തന്നെയാണ് 90-ാമത്തെ സങ്കീർത്തനം, ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന. ദാവീദിൻ്റെ ഒത്തിരി പ്രാർത്ഥനകളുണ്ട്. എന്നാൽ ഇവിടെ ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥനയെന്ന്, അതിനെക്കുറിച്ച് ഇത് മോശയുടെ അല്ല എന്നൊക്കെ വ്യത്യസ്ത വിഭാഗങ്ങൾ എപ്പോഴും വാദിക്കുന്നവരുണ്ട്. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്, അത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നതിന് ക്രിസ്തീയ പ്രമാണങ്ങൾ അത് വിശ്വാസത്തിന്മേലാണ്. അതിൽ പലപ്പോഴും നമ്മൾ തെളിയിക്കാനോ വ്യാഖ്യാനിക്കാനോ ഒന്നും നമുക്ക് കൂട്ടാക്കുന്നില്ല. അതിൽ എഴുത്തിൻ്റെ പ്രതിപാദന രീതി അനുസരിച്ചും കാലഘട്ടത്തെക്കുറിച്ചും എന്താണ് പ്രതിപാദ്യ വിഷയം എന്നതിനെക്കുറിച്ചുമൊക്കെ അറിഞ്ഞ് പുരാതനമേ അവർ അത് ഗ്രഹിച്ചിട്ടുള്ളതായ കാര്യങ്ങളാണ് അവർ ശീർഷകത്തിൽ എഴുതി വെക്കുന്നത്. വ്യത്യാസങ്ങൾ വരുമായിരിക്കാം, എന്നാൽ അതിൻ്റെ ആ പേരെ ചൊല്ലിയുള്ള തർക്കങ്ങളൊന്നും അല്ല നമ്മൾ നിലനിൽക്കേണ്ടത്. മറ്റ് ആ സങ്കീർത്തനം അടങ്ങിയിരിക്കുന്ന സത്യം, അതെന്തിലേക്ക് നമ്മളെ നയിക്കുന്നു, അത് നമ്മൾ എന്ത് പ്രബോധിപ്പിക്കുന്നു എന്നുള്ളതായിരിക്കും നമ്മുടെ കാതലായ ചിന്തകൾ. എല്ലാറ്റിലും അങ്ങനെ ആയിരിക്കണം. ദൈവത്തിനെക്കുറിച്ചുള്ള തർക്കങ്ങളും കലങ്ങളൊക്കെ ഒഴിഞ്ഞിരിക്കുക എന്ന് പോലെ സുബോസം പറയുമ്പോൾ അതൊക്കെയാണ്. അത് തർക്കിക്കാനും കലയിക്കാനും വേണ്ടിയുള്ളതല്ല. നമ്മളത് വിശ്വസിക്കുമ്പോൾ നമുക്കത് അനുഭവേദ്യമായി തീരുന്നു, അത് സത്യമായിട്ട് മാറുന്നു. ഇവിടെ പറയുകയാണ്, കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ഇവിടെ ദൈവത്തെക്കുറിച്ചുള്ള ഇൻട്രഡക്ഷനാണ്. കർത്താവെ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. മൈ റെഫ്യൂജ്, അല്ലെങ്കിൽ എൻ്റെ വാസസ്ഥലം. സങ്കേതം എന്ന് പറഞ്ഞാൽ വാസസ്ഥലം എന്ന അർത്ഥമായിട്ട് പറയുന്നത്. ഇപ്പോൾ ദൈവത്തെ വാസസ്ഥലമായിട്ട് പറഞ്ഞിരിക്കുന്നത് വളരെ ചുരുക്കമാണ്. മനുഷ്യർ ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരവും ദൈവത്തിൻ്റെ ആത്മാവും നിങ്ങളിൽ വസിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുന്ന നമുക്ക് കർത്താവ് ക്രിസ്തുവിൽ കാണാൻ പറ്റും, എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിലും വസിക്കും. പരസ്പര പൂരങ്ങളായിട്ട് അവിടെ കാണുകയാണ്. നാം ദൈവത്തിൽ വസിക്കുമ്പോൾ ദൈവം നമ്മിൽ വസിക്കുന്നു. അതാണ് ക്രിസ്തു ജീവിതത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത്. നമ്മൾ ഏകരായിട്ടല്ല ക്രിസ്തു ജീവിതം നയിക്കുന്നത്, നമ്മൾ അനാഥരുമായിട്ടല്ല, മറിച്ച് നമ്മൾ ദൈവത്തോടുകൂടെ ദൈവത്തിൻ്റെ സഹിത്വത്തിലാണ് ക്രിസ്തു ജീവിതം നയിക്കുന്നത്. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ നാമം, ക്രിസ്തുവിൻ്റെ ധൈര്യം, ക്രിസ്തുവിൻ്റെ കൃപ, ക്രിസ്തുവിൻ്റെ മനസ്സ്, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുകയാണ്. ഇതിലൂടെ പറയുന്നത്, കർത്താവേ, നീ തലമുറ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ആദിയിൽ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് പഴയ നിയമം ദൈവത്തെ ആരംഭിക്കുമ്പോൾ ദൈവം അനാദിയായിട്ടുള്ളവരാണെന്ന്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. പുത്രൻ തമ്പുരാനും ആ കാലത്തിൽ തന്നെ അനാദിയായി ഉള്ളവൻ തന്നെയാണെന്ന് അവിടെ തെളിയിക്കുക. ഞാൻ ആൽഫയും ഒമേഗയുമാണെന്ന് കർത്താവ് പറയുക. ഈ യേശു ദൈവമാണോ എന്ന് ചോദിക്കുന്നവർക്ക് ഏറ്റവും മനോഹരമായ ഒരു ഉത്തരമാണ് കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഞാൻ ആദിയും അന്തവുമാണ്. ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ്,
ഞാനാണ് ആദിയും ആരംഭവും അന്ത്യവും എന്നൊക്കെ കർത്താവ് തന്നെക്കുറിച്ച് തന്നെ പറയുകയാണ്. അതെല്ലാം ദൈവത്തിൻ്റെ സവിശേഷതകളാണ്. ദൈവത്തിന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും യഹൂദന്മാരുമായിട്ട് ഒരു സംവാദം നടന്നപ്പോൾ യേശു പറയുന്നുണ്ട്, അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് അവരുടെ ചോദ്യത്തിന് യേശു പറയും, അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട്. എൻ്റെ ദിവസം അബ്രഹാം ഇന്ന് കാണുമെന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷിക്കുന്നു. അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട് എന്ന്. മരുഭൂമിയിൽ അവിടുത്തെ സഭയോടുകൂടി ഇരുന്നവനെന്ന് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയും. അവരെ അനുഗമിച്ച് ആത്മീയ പാറയുന്നല്ലോ കുടിച്ചത് ആ പാറ ക്രിസ്തു അത്രയെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എടുത്തെഴുതുന്നുണ്ട്. അപ്പോൾ അവർ മരുഭൂമി സഞ്ചരിപ്പിക്കും കർത്താവ് യേശുക്രിസ്തു ഉണ്ടായിരുന്നു. കാലത്തികയിൽ കന്യകയിൽ വെളിപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. യേശു പുരാതനമേ അവനുണ്ടായിരുന്നു. അനാദിയായും അവൻ ശാശ്വത ദൈവമായിരിക്കും നമ്മളോട് കാണുന്നുണ്ട്. ഇവിടെ പർവ്വതങ്ങൾ ഉണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ഇടക്കാലം കൊണ്ട് തട്ടിക്കൊണ്ടുണ്ടാക്കിയ ഒരു ദൈവസങ്കല്പമല്ല ക്രിസ്ത്യാനിറ്റിയുടെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരുടെയും മനോമുഖത്തിൽ തോന്നിയെന്നുമല്ല. ഇത് റെവലേറ്റഡ് റിലീജിയൻ എന്ന് പറയും. അതായത് വെളിപ്പെടുത്തപ്പെട്ട സത്യമാണത് ദൈവത്തിൻ്റെ എന്ന് പറയുന്നത്. മറ്റതെല്ലാം മനുഷ്യൻ അന്വേഷിച്ച് കണ്ടെത്തിയത്. എങ്ങനെയായിരിക്കാം, സങ്കല്പങ്ങളും കെട്ടുകഥകളും വെച്ച് മെനഞ്ഞുണ്ടാക്കിയതാണ്. ഇങ്ങനെയായിരിക്കാം, അങ്ങനെയായിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാലും ഇതിങ്ങനെ ആയിരിക്കാം എന്നുള്ളതല്ല, ഇതങ്ങനെ തന്നെ, ഇതങ്ങനെയായിരുന്നു, അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ് എന്ന് ഉറപ്പിച്ച് പറയാവുന്ന വസ്തുക്കളാണ് ദൈവവചനം എന്ന് പറയുന്നത്. ചരിത്രപരമായിട്ടാണെങ്കിലും എല്ലാ തരത്തിലും നോക്കുകയാണെങ്കിൽ അതിലൊക്കെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്, സ്ഥിരതയുള്ളതാണത്. അതായത് ചരിത്രം പെൻസിൽ കൊണ്ട് രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ, എന്നാൽ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പെൻസിൽ കൊണ്ടല്ല, അത് കല്ലിൽ ആലേഖനം ചെയ്ത് വെച്ചാൽ മാഞ്ഞു പോകാത്ത രീതിയിലുള്ളതാണ്. ഒരിക്കലും മാറാത്ത സത്യങ്ങളാണ് ദൈവത്തിൻ്റെ വചനം. മറ്റുള്ള ചരിത്രങ്ങളൊക്കെ മാറ്റി എഴുതുന്നവരുണ്ട് ഓരോരുത്തരും. അത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ പലതും തെറ്റാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട്. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ലാത്തതാണ്. ഇവിടെ നീ ഭൂമിയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ഇനി ദൈവത്തിൻ്റെ ശാശ്വതത്വം, ദ ഇറ്റേണിറ്റി ഓഫ് ഗോഡ് ആൻഡ് ദ ഫ്രൈൽറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ നിസ്സഹായത. ദൈവത്തിൻ്റെ നിത്യതയും മനുഷ്യൻ്റെ അസ്ഥിരതയും രണ്ടും ഇടകലർന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അവിടെ ദൈവം ഇങ്ങനെ അനാദിയായ ശാശ്വതമായ ദൈവമാകുന്നു. പക്ഷെ മർത്യനെ നീ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. മർത്യനെയോ അവൻ പൊടിയിലേക്ക് മടങ്ങിച്ചേരുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് പറഞ്ഞ് സംസ്കാര ശുശ്രൂഷയിലെ വേളയിലൊക്കെ ഈ മണ്ണെടുത്തിടുന്നുണ്ട്. എന്നാൽ ആ മണ്ണോട് തീരുന്നതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. മണ്ണിനെ നമുക്ക് പുനരുദ്ധാന പ്രത്യാശ, ഒരു വിത്ത് വിതയ്ക്കപ്പെടുന്നു, പുതിയൊരു വിത്തായിട്ട് അത് ചെടിയായിട്ട് അത് വളർന്നു വരുന്നു. അതാ കർത്താവ് പൗലോസ് പറയുന്നുണ്ട്, ഈ മരിച്ചവർ ജീവിക്കുന്നില്ല എങ്കിൽ ഹേ മൂട, നീ വിതയ്ക്കുന്നത് വല്ലെന്നിലും ഒരു മണിയല്ലേ, എന്നാലത് ഒരു പുതിയ ശരീരത്തോട് ഉയർക്കുന്നല്ലോ. അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രബോധിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ചെറിയൊരു നന്മണി, ഒരു അരി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിത്ത് നമ്മൾ വിതയ്ക്കുക, ആ വിതയ്ക്കുന്നത് അത്രയല്ല, അത് വളർന്നു വന്നിട്ട് സമൃദ്ധിയായതെന്ന് വരുവാണ്. അതിന് മാത്രം അതിന് എത്ര കൾട്ടിവേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അതിൽ തന്നെ എത്ര മണികൾ, പുതിയ വിത്തുകൾ അതിൽ നിന്ന് ഉത്ഭവിക്കാൻ സാധിക്കും, ഫലം കൊടുക്കാനായിട്ട് സാധിക്കും. എന്നതുപോലെ മനുഷ്യപുത്രന്മാർ ഇവിടെ പൊടിയിലേക്ക് മടങ്ങിച്ചേരാമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്യുന്നു. ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ വെച്ച് കർത്താവ് ലാസറെ പുറത്തു പോകാമെന്ന് വിളിക്കുന്നുണ്ടല്ലേ. എത്ര അധികാരത്തിൻ്റെ ശബ്ദമാണ്. ഉടയവൻ സൃഷ്ടിയെ വിളിക്കുകയാണ്, വരാതിരിക്കാൻ അവന് പറ്റുകയില്ല. ഇതിവിടെ പറയുകയാണ് 4-ാമത്തെ വാക്യത്തിൽ, 1000 സംവത്സരം നിൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയൊരു ദിവസം പോലെ ഈ രാത്രിയിലെ ഒരു യാമം പോലെ മാത്രമായിരിക്കും. നീ അവരെ ഒഴുക്കിക്കളയുന്നു, ഒരു ഉറക്കം പോലെ എത്ര, അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകും. ദൈവത്തിന് 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഒരു ദിവസം 1000 സംവത്സരം പോലെയൊന്നും ഒരു എക്സ്പ്ലനേഷനും പത്രോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് 1000 സംവത്സരം ഒരു ദിവസമാണെങ്കിൽ ദൈവത്തിന് ഒരു ദിവസം 1000 സംവത്സരമായിട്ടും തോന്നുന്നു. ദൈവം കാലാതീതനാണെന്ന് പറയും. കാലങ്ങൾക്കെല്ലാം അതീതനാണ്. മനുഷ്യനെ സൃഷ്ടിച്ച് അല്ലെങ്കിൽ ഭൂമിയെ സൃഷ്ടിച്ചപ്പോഴാണ് ദൈവം കാലങ്ങളും സമയങ്ങളൊക്കെ നിർമ്മിച്ചത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ദൈവം അനാദിയായി ഉണ്ടായിരുന്നവനാണ് അല്ലേ. ഇവിടെ പറയുകയാണ് പത്രോസ് അപ്പോസ്തലന്റെ ലേഖനം 2 പത്രോസ് അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, എന്നാൽ പ്രിയമുള്ളവരെ കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്ന ഈ കാര്യം നിങ്ങൾ മറക്കരുത്. പിന്നെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അവിടെ പറയുന്നത്, ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവിൻ്റെ വാക്ക് ഓർത്തുമ്പോൾ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടാനും ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരുമെന്ന് പറയുന്നു ഇവിടെ. അപ്പോൾ ദൈവത്തിന് ഇങ്ങനെ ഒരു യാമം പോലെ മാത്രം 1000 സംവത്സരം. അത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാളുകൾക്ക് എത്രയുണ്ട്.
എന്നാൽ നമ്മുടെ നാളുകളെ മറ്റു രീതിയിൽ എണ്ണുമ്പോൾ അത് ദൈവഭവന്മായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം നമുക്ക് സമർത്ഥമായ ആയുസ് തന്നിരിക്കുന്നതായിട്ട് കാണാം. 969 സംവത്സരം ജീവിച്ചിരുന്ന മെതുശലേഹാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ഏറ്റവും ആയുസ് എത്തിയ മനുഷ്യനായിട്ട് കാണുന്നത്. ആയുസ് കൂടുതലുള്ള മനുഷ്യൻ മെതുശലേഹ്. ആ 969 സംവത്സരവുമായിട്ട് നമ്മുടെ ഇന്നത്തെ ആയുസ് കമ്പയർ ചെയ്താലോ വളരെ ചുരുക്കമല്ലേ ഉള്ളൂ അല്ലേ. അത് ഒരു സംവത്സരം അല്ല, ഒരു 100 വർഷങ്ങൾ പോലും അതിൻ്റെ കുറവായിട്ടാണ് എണ്ണുന്നത്. ഇന്നൊക്കെ ആയുസ് വളരെ കുറവായിട്ട് എണ്ണപ്പെടുന്ന ഒരു കാര്യങ്ങളാണ്. എന്നിട്ട് അവിടെ പറയുകയാണ്, അത് നീ അവരെ ഒഴുക്കി കളയുന്നവർ ഉറക്കം പോലെ അത്ര. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിൻ്റെ കോപത്താൽ ക്ഷയിച്ച് നിൻ്റെ ക്രോധത്താൽ ഭ്രമിച്ചു പോകുന്നു. അവിടെ ഇത് ക്ഷണികമാണെന്നാണ് പറയുന്നത്. രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെ. യോബിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇതേ ആശയം നമുക്ക് കാണാം. തിരുവഴുത്തിൽ പല രീതിയിൽ ആയുസിനെ കുറിച്ച് ഓട്ടാളിനേക്കാൾ വേഗത്തിൽ കടന്നു പോകുന്നു. പണ്ടത്തെ കാലത്തെല്ലാം പോസ്റ്റ് കൊണ്ടുവരുന്ന പോസ്റ്റ്മാൻ എന്നൊക്കെ പറയും. അത് കൊണ്ടുവന്ന് തന്നു പോയി ഓടിപ്പോവുക. നൂലിൽ നിന്ന് നൂലിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും ഒരു പാവിൽ തെറിയിൽ. അത് പെട്ടെന്ന് ഒരു നൂല് അറ്റുപോകുന്ന പോലെ, ആ പാവിൽ നിന്ന് ഒരു നൂല് അറ്റുപോകുന്ന പോലെ. അങ്ങനെ ക്ഷണികമാണെന്ന് പലയിടത്തും പറയുന്നുണ്ട്. നിഴൽ പോലെയാണ് മനുഷ്യൻ്റെ ആയുസ് പോലെ, 4 വിരൽ നീളമാണെന്ന് പറയും. അങ്ങനെ പല ഇത് പറയുന്നുണ്ട്. യോബിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ പറയുന്നതാണ്, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. അവൻ പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. അവൻ്റെ നേരെയോ തൃക്കണ്ണത് മിഴിക്കുന്നത്. അവിടെ പറയുന്നുണ്ട് അവൻ്റെ ജീവകാലത്തിന് അവധി ഉണ്ടല്ലോ നാം അറിയുന്നത്. അപ്പോൾ മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ട്, ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് പറയാം നമ്മുടെയൊക്കെ ജീവിതത്തിന്. എന്നാൽ ദൈവകാര്യങ്ങളായിരിക്കും ഇതെല്ലാം സുരക്ഷിതമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മരണമെന്ന് പറയുന്ന ഒരു പേടി സ്വപ്നമല്ല, മറിച്ച് അതൊരു അത്ഭുത അനുഗ്രഹമാണെന്ന് പറയും. ക്രിസ്തുവിൽ വിശ്വാസമുള്ളവർ, ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവർക്ക് എപ്പോൾ മരിച്ചാലും ക്രിസ്തുവിൽ മൃതരാകുക എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായി. പഴയ നിയമത്തിൽ പുതിയ ദീർഘായുസൊക്കെ ഒരു അനുഗ്രഹമായിട്ട് കാണുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരും ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി മരണത്തിൻ്റെ അധികാര പിശാചിനെ തകർത്തത് കൊണ്ട് മരിക്കുന്ന ഒരു വ്യക്തി, ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു വ്യക്തി ഉടൻ തന്നെ അവൻ മഹിമയിലേക്ക് പ്രവേശിക്കുകയാണ്, മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്, ദൈവ സാമീപ്യത്തിലേക്ക് പോവുകയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹപ്രദമായ സാന്നിധ്യത്തിൻ്റെ സൗഭാഗ്യത്തിലേക്ക് അവൻ പ്രകാശിക്കുകയാണെന്ന് പറയും. ഞങ്ങൾ നിൻ്റെ കോപത്തിൽ ശ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങൾ അതിൻ്റെ മുമ്പിൽ, ഞങ്ങളുടെ രഹസ്യഭാവങ്ങൾ അതിൻ്റെ പ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിൻ്റെ ക്രോധത്തിൽ കഴിഞ്ഞു പോയി. ഞങ്ങളുടെ സംവത്സരങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ ഓർക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ ദൈവത്തോട് തെറ്റുകളെ കണ്ടെത്തി അത് ഏറ്റുപറഞ്ഞ് നമുക്ക് റീസ്റ്റോർ യഥാസ്ഥാനപ്പെടുവാൻ സാധിക്കുന്നതാണ് ഏറ്റവും ഭാഗ്യമെന്ന് പറയുന്നത്. രഹസ്യഭാവങ്ങൾ, നമ്മുടെ രഹസ്യമായ തിന്മകളെല്ലാം ദൈവത്തിന് മുമ്പിലുണ്ട്. ആ ദൈവത്തോടാണ് നമ്മൾ നിരപ്പ് പ്രാപിക്കേണ്ടത്. നമ്മൾ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചില്ലെങ്കിൽ ശത്രു അത് നമ്മുടെ മേലെ ആരോപിച്ചുകൊണ്ടിരിക്കും. അപവാദി എന്ന ശത്രുവിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ അവതാപം പറയാൻ കഴിയത്തില്ല. കാരണം ന്യായം വിധിക്കുന്നത് ദൈവമല്ലേ, ശിക്ഷ വിധിക്കുന്നത് ദൈവമല്ലേ. അപ്പോൾ ദൈവത്തിന് നിരപ്പായി കഴിഞ്ഞാൽ പിന്നെ ആർക്ക് നമ്മളെ കുറ്റം പറ്റിക്കാൻ പറ്റും? അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് രമ്യതപ്പെടുക, നിരപ്പാകുന്ന പറയുന്നത്. ഞങ്ങളുടെ നാളുകൾക്ക് ഇതിൻ്റെ ക്രോധത്തിൽ കഴിഞ്ഞ് ഞങ്ങളുടെ സംവത്സരങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാലും 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്ര വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. ഇത് മരുഭൂമിയിലെ ആയുസ്സിനെ കുറിക്കുന്ന പറയുന്നത്. കാരണം മോശ തന്നെ 120 സംവത്സരം ജീവിച്ചായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ 70-80 എന്ന് പറയുന്നത് മരുഭൂമിയിലെ ജീവിതവാസത്തിലാണ്. അവിടെ നിന്ന് പുറപ്പെട്ട മനുഷ്യരെല്ലാം ആ 40 വർഷത്തിനിടയ്ക്ക് അവരെല്ലാം മരുഭൂമിയിൽ പട്ടുപോയതായിട്ട് കാണുകയാണ്. മോശ 120 സംവത്സരം ജീവിക്കുന്നതായിട്ട് കാണുന്നത്. ഏതായാലും ഇവിടെ പറയുന്നതാണ് എന്താണ് ഈ സ്പാൻസ്, ഈ മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഓൺലി ടോയിൽ ആൻഡ് ട്രബിൾ എന്ന് പറയും. എന്നാൽ ഈ ട്രബിളുള്ള പ്രയാസമുള്ള ജീവിതത്തിൽ ദൈവം നമ്മളോട് കൂടിയുള്ള ദൈവം നമ്മുടെ വാസസ്ഥലമായിരിക്കുന്ന ഭാഗ്യം, അതിനായിട്ട് ദൈവം നമുക്ക് സമർപ്പിക്കാം. സ്നേഹവാനായ ദൈവമേ, തലമുറ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന ദൈവമായ യഹോവേ, ഞങ്ങളുടെ ആയുസ് നിസ്സാരമാണെങ്കിലും അത് എനിക്ക് വിലയേറുള്ളതാണ് തിരിച്ചറിയുന്ന കർത്താവേ. ഓരോ ജീവിതങ്ങളും സൃഷ്ടാവിന് ഉടയവന് വിശേഷമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആയുസ് നിന്റെ ജീവപാണ്ഡത്തിൽ, ദാവീദിനോട് അബിഗയിൽ പറയുന്ന പോലെ ദൈവത്തിൻ്റെ ജീവപാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നതാണല്ലോ. എല്ലാം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തിരുനാമം ഞങ്ങൾക്കൂടെ മഹത്വപ്പെടുത്തണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണം. മഹത്വത്തോട് മാത്രമുണ്ട്. പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവും മഹത്വപ്പെടുവാനായിട്ട് തന്നെ. ആമേൻ. എന്നുമുള്ളവൻ സർവവല്ലഭൻ, മണ്ണും വിണ്ണുമെല്ലാം ഉണ്ടാക്കിയോൻ, ഉന്നതാധിപൻ,
ദീനപാപിയാം എന്നെ തേടി വന്നതത്ഭുതം